ഞങ്ങളൊരു ബോട്ടിങ്ങിലാണ്. ഇത് കോട്ടയം ജില്ലയിലെ എഴുമാന്തുരുത്ത്. അധികം ആരും വിനോദസഞ്ചാരികൾ എത്തിയിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു സ്ഥലമാണ് കോട്ടയം ജില്ലയിലെ എഴുമാന്തുരുത്ത്. കേരളത്തിലെ കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഒരു തുരുത്തുള്ളത്. ഇവിടെ ഒരു സൈഡിൽ കണ്ടൽക്കാടുകളും അതേപോലെ തന്നെ പുഴയിൽ തന്നെ ഇതേ രീതിയിൽ ആമ്പലും നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. ബോട്ടിങ്ങിൽ തന്നെ നമുക്ക് രാവിലെ എത്തിക്കഴിഞ്ഞാൽ ആമ്പൽ പുഴയിൽ നിറയെ ആമ്പൽ നിൽക്കുന്നതായിട്ട് കാണാം. ഇവിടെ ഒരുപാട് സഞ്ചാരികൾ ആമ്പൽ കാണാൻ എത്താറുണ്ട്, അതായത് ഈ ഗ്രാമപഞ്ചായത്തിലേക്ക്. ഇവിടെ എത്തണമെങ്കിൽ മാഞ്ഞൂർ വന്നിട്ട്, കോട്ടയം മാഞ്ഞൂർ വന്നിട്ട് അതുവഴിയോ അല്ലെങ്കിൽ ആലപ്പുഴ തണ്ണീർ മുക്കമണ്ട് വഴിയും ഇവിടെ എത്തുവാൻ സാധിക്കുന്നത്. വളരെ മനോഹരമാണ്. ആമ്പൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. പുഴയുടെ രണ്ട് സൈഡും ആമ്പൽ നിറഞ്ഞിരിക്കുകയാണ്. ആമ്പൽ പിടിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇതിലൂടെയുള്ള ബോട്ട് യാത്ര വളരെ മനോഹരമാണ്. അതേപോലെ തന്നെ കണ്ടൽ കാടുകളും കാണാൻ സാധിക്കും. ഇവിടെ വലിയ രീതിയിൽ വിനോദസഞ്ചാരികൾ എത്തി തുടങ്ങിയിട്ടില്ല, അതിനാൽ വലിയ തിരക്കില്ല. അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പോൾ ഒരു ചെറിയ ശൃംഗാര ബോട്ടും അതേപോലെ ഹൗസ് ബോട്ടുമാണുള്ളത്. ഈ ഹൗസ് ബോട്ട് ഏകദേശം 20 പേർക്ക് യാത്ര ചെയ്യാവുന്ന, 20 മുതൽ 30 പേർക്ക് വരെ യാത്ര ചെയ്യാവുന്ന ഹൗസ് ബോട്ടും അതോടൊപ്പം തന്നെ ഈ ചെറിയ ശൃംഗാരി വെള്ളമാണ് ഉള്ളത്. വളരെ സൈലന്റ് ഏരിയ ആണ്, അതായത് വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ സൈലന്റ് ഏരിയ ആണ്. ഏകദേശം ആലപ്പുഴയുമായി അടുത്ത് കിടക്കുന്നതിനാൽ ആലപ്പുഴയുടെ തന്നെ സാദൃശ്യം തോന്നുന്ന കുറേ ഭാഗങ്ങളും ഇവിടെ കാണുവാൻ സാധിക്കും. അതായത് ഈ ബോട്ടിങ്ങിൽ നമ്മൾക്ക് ഒരു പ്രത്യേക അനുഭൂതിയാണ്. ഒന്ന് ആമ്പൽ കഴിഞ്ഞാൽ കണ്ടൽക്കാടുകളുടെ നടുവിലൂടെ ആരുമില്ലാത്ത ഒരു തുരുത്താണ്. ആ തുരുത്തിലൂടെ നമ്മൾ ഒരു ആലപ്പുഴ രീതിയിലുള്ള അല്ലെങ്കിൽ കുട്ടനാടൻ രീതിയിൽ പുഴയുടെ സൈഡിൽ തന്നെ താമസിക്കുന്ന ഒരു ഗ്രാമത്തിലേക്ക് എത്തുന്നതാണ്. ഇവിടെ ഒരു പാർക്കും ഉണ്ട്. ആ പാർക്കിൽ എത്തുമ്പോഴത്തേക്ക്, ആ പാർക്കിൽ ബോട്ട് നമുക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ വാട്ടർ തീം പാർക്ക്, കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയൊരു വാട്ടർ തീം പാർക്കുണ്ട്. അവിടെ മത്സ്യകൃഷിയുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ആ വാട്ടർ തീം പാർക്കിൽ നമുക്ക് ഒരു ഡേ വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം. അവിടെ ചെറിയ ഹോട്ടലും നമുക്കവിടെ താമസിക്കുന്ന ഒരു റിസോർട്ടുമുണ്ട്. വളരെ മനോഹരമാണ്, കാരണം ഇതൊരു ഐലൻഡാണ്. ഈ ഐലൻഡിൽ തന്നെ ഇതേ രീതിയിൽ നമുക്ക് ഒരു ഫുൾ ഡേ വേണമെങ്കിൽ ബോട്ടിൽ വന്ന് എൻജോയ് ചെയ്യാനും സാധിക്കും. റിസോർട്ടിൽ എത്തിയപ്പോഴാണ് തെങ്ങിൽ നിന്നെടുക്കുന്ന ഒരുതരം ജ്യൂസ് ചേട്ടൻ വെയിറ്റർ ഞങ്ങൾക്ക് കൊടുക്കുന്നത്. ഇത് വളരെ രുചികരമായ ജ്യൂസായിരുന്നു. ഇത് തെങ്ങിൻ്റെ മുകളിൽ നിന്നാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. ഇത് വളരെ ബുദ്ധിമുട്ടിയാണ് എടുക്കുന്നത്. അവരെ ബുദ്ധിമുട്ട് ആലോചിച്ചപ്പോൾ ഞങ്ങളത് വാങ്ങി കുടിച്ചു. വളരെ രുചികരമായ ജ്യൂസായിരുന്നു തെങ്ങിൽ നിന്നെടുക്കുന്ന ഈ ഒരു പാനീയം. പക്ഷേ ഇത് കഴിച്ചതിന് ശേഷം നമ്മൾക്ക് പിന്നീട് വീഡിയോസൊന്നും തന്നെ എടുക്കുവാൻ സാധിച്ചില്ല. എഴുമാന്തുരുത്ത് കോട്ടയത്തിലെ വളരെ മനോഹരമായ സ്ഥലമാണ്. നിങ്ങളും വരിക, എൻജോയ് ചെയ്യുക.